ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി ഞങ്ങളുടെ ഇന്റേൺഷിപ്പിന്റെ 6ാമത്തെ ദിവസം. അപ്പം ഞങ്ങൾ ഇവിടെ കോട്ടയം അക്ഷരം എന്ന് പറയുന്ന മ്യൂസിയത്തിൽ വന്നതാ. ഇതാണ് അക്ഷരം മ്യൂസിയം. ഭയങ്കര രസമാണ്. ഇവിടുത്തെ സറൗണ്ടിങ്സ് ഒക്കെ കാണാൻ അടിപൊളിയാ. ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട്സ്. ഞങ്ങൾ മൊത്തം 7 പേരാണുള്ളത്. ഇതാണ് മ്യൂസിയത്തിൻ്റെ മെയിൻ എൻട്രൻസ്. നമുക്കിത് കഴിഞ്ഞ ഉടനെ നമുക്കൊരു ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ക്ലാസ് ഉണ്ടായിരുന്നു, രാവിലെ തൊട്ട് ഉച്ച വരെ. അപ്പം നമുക്കതിന് പെട്ടെന്നൊരു അപകടം വരുമോ, എന്തെങ്കിലും ഒരു തീപിടുത്തം വരുമോ ചെയ്യുമ്പോൾ നമ്മളതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നൊക്കെയുള്ള ഒരു ക്ലാസ് ആയിരുന്നു. വളരെ നല്ല അടിപൊളി ഒരു ക്ലാസ് ആയിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആർഷ എന്ന് പറയുന്ന ഒരു മാഡമാണ് നമുക്ക് ക്ലാസ് എടുത്തത്. അടിപൊളിയായിരുന്നു. പിന്നെ കോട്ടയം ജില്ലയിലെ നാട്ടകം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അക്ഷരം മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഭാഷകളുടെ ഉദ്ഭവം, വളർച്ച, അക്ഷരങ്ങളുടെ രൂപീകരണം, എഴുത്തിൻ്റെ ചരിത്രം, അങ്ങനെ മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളുടെ വികസനത്തെക്കുറിച്ചുള്ള പ്രദർശനങ്ങൾ, അങ്ങനെ എല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു മ്യൂസിയമാണ്. നിങ്ങൾക്ക് ഭാഷയെപ്പറ്റിയൊക്കെ കൂടുതൽ അറിയണം, അതിൻ്റെ ഉത്ഭവം എങ്ങനെയാണെന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വിസിറ്റ് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഭയങ്കര രസമുള്ളതായിരുന്നു. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ഇതിൽ എനിക്ക് ഒരുപാട് അവിടെ ഒന്നും വായിച്ചു നോക്കാനൊന്നും സാധിച്ചില്ല. അത് എനിക്ക് ഭയങ്കര ഒരു റിഗ്രറ്റ് തോന്നുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പം. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു സ്ഥലമായിരുന്നു. പിന്നെ ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന എഴുത്ത് രീതികൾ, അങ്ങനെയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഉപകരണങ്ങൾ, പഴയ ഉപകരണങ്ങൾ, അവരുപയോഗിച്ചുകൊണ്ടിരുന്ന ഉപകരണങ്ങൾ, അങ്ങനെ പല പല രീതികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. തികച്ചും പുതിയൊരു എന്താ പറയുക, നല്ലൊരു അനുഭവമായിരുന്നു അവിടുത്തെ ആ ഒരു ദിവസം ഞങ്ങളവിടെ ചിലവഴിച്ചതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. മ്യൂസിയം എന്ന് പറയുമ്പോൾ നമ്മൾ അക്ഷരം എന്ന് പറയുന്ന മ്യൂസിയം എല്ലാം തുടക്കം മുതൽ അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇങ്ങനെ അക്ഷരം വന്നതും അതും ഇതുമൊക്കെ എനിക്കങ്ങനെ പറയാൻ അറിയത്തില്ല ആധികാരികമായിട്ട്, പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ്. ഓക്കെ, നമ്മളിപ്പം ഇവിടുത്തെ മ്യൂസിയത്തിലെ എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എല്ലാം കണ്ടിട്ട് നമ്മളിപ്പം ഇറങ്ങുക. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ അടുത്ത് ലുലു മാളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഫുഡ് വല്ലതും കഴിച്ചിട്ട് നമ്മളിതെല്ലാവരും തിരിച്ച് വീട്ടിലോട്ട് പോവാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.